ഒടുവിൽ കുറ്റസമ്മതം നടത്തി മാപ്പിനായി അപേക്ഷിച്ച് ഖത്തറിൻ്റെ വാതിലിലെത്തിയിരിക്കുകയാണ് പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കി രക്തപങ്കിലമാക്കി മാറ്റുന്ന സയനിസ്റ്റ് സൈന്യത്തിൻ്റെ തലവൻ ബെഞ്ചമിൻ നെതന്യാഹു. ഖത്തറിലെ ദോഹയിൽ സെപ്റ്റംബർ 9 6 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണം നടത്തിയ സംഭവത്തിലാണ് ഒടുവിൽ മാപ്പ് പറഞ്ഞ് നെതന്യാഹു രംഗത്ത് വന്നത്. ഹമാസ് പ്രവർത്തകരെ ലക്ഷ്യമിട്ടെന്ന് പറഞ്ഞ് ഖത്തറി ഗവൺമെൻറ് റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ നടത്തിയ ആക്രമണത്തിൽ പക്ഷേ ഹമാസ് നേതാക്കളെ കൊല്ലാനാകാതെ പോയതിൻ്റെ നാണക്കേട് ഒരു വശത്ത് നിൽക്കെയാണ് നിരുപാധികം മാപ്പ് പറഞ്ഞ് കൂടുതൽ നാണം കെട്ടത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ നെതന്യാഹു ഖേദം പ്രകടിപ്പിച്ചതായി പ്രമുഖ മാധ്യമമായ ആക്സിയോണാണ് വെളിപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ ലോകത്തിലെ വിവിധ മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകളും തുടരണമെങ്കിൽ ഇസ്രായേൽ ക്ഷമ ചോദിക്കണമെന്ന് ഖത്തർ ശാഠ്യം പിടിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനിയെ ഫോണിൽ വിളിച്ച് ക്ഷമ ചോദിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചയ്ക്കിടയിൽ വെച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചത്. ഗസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള സമാധാന കരാറിന് അന്തിമ രൂപം നൽകാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് നെതന്യാഹു ക്ഷമ ചോദിച്ചിരിക്കുന്നത്. ആക്രമണം പരാജയമായതിനു പിന്നാലെ ക്ഷമ കൂടി പറഞ്ഞതോടെ നെതന്യാഹുവിനും ഇസ്രായേലിനും ആഗോളതലത്തിൽ തന്നെ മുഖം നഷ്ടപ്പെട്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ മാസം ആദ്യം ഖത്തറിലെ ദോഹയിലെ ഹമാസ് നേതൃത്വത്തിൻ്റെ ആസ്ഥാനത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ട്രംപ് ഭരണകൂടത്തിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ സമാധാന നിർദ്ദേശം പരിശോധിക്കാൻ ദോഹയിൽ എത്തിയപ്പോഴായിരുന്നു ഹമാസ് പ്രതിനിധി സംഘത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായത്. അതേസമയം ദോഹ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ US മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന് ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ദോഹയിൽ ഇസ്രായേൽ നടത്താൻ പോകുന്ന ആക്രമണത്തെക്കുറിച്ച് ട്രംപ് ഭരണകൂടം ഖത്തർ സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഖത്തർ ഇത് തള്ളിക്കളഞ്ഞിരുന്നു. ഇതിനിടെയാണ് ഗസയിൽ വെടിനിർത്തൽ നടപ്പിലായേക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണത്തിൽ മറുപടിയുമായി നെതന്യാഹു രംഗത്ത് വന്നത്. ഗസയിലെ വെടിനിർത്തൽ കരാറിന് അന്തിമ രൂപമായിട്ടില്ലെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർക്കുന്നു. പ്രസിഡന്റ് ട്രംപുമായി ചേർന്നാണ് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസിൽ നിന്നും ബന്ദികളെ മോചിപ്പിക്കണം, അവരുടെ ഭരണം അവസാനിപ്പിച്ച് ഗസയെ നിരായുധീകരിക്കുകയും ഗസയിലുള്ളവർക്കും ഇസ്രായേലികൾക്കും പുതിയൊരു ജീവിതം ഉണ്ടാവുകയും വേണമെന്നും നെതന്യാഹു പറഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ സവിശേഷമായതൊന്ന് സംഭവിക്കാൻ പോകുന്നുവെന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞു വച്ചിരുന്നത്. വലിയൊരു മാറ്റമായിരിക്കും അതെന്നാണ് ട്രംപ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് താനെന്നും ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ കുറിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്.